നമ്മുടെ യാത്ര ഇന്ന് വാഴച്ചാലിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് ഒരു മൺസൂൺ ട്രിപ്പാണ്. വാഴച്ചാൽ വാട്ടർഫാളിൽ തുടങ്ങി അതിരപ്പള്ളി വാട്ടർഫാൾ കണ്ട് മടങ്ങുന്നൊരു യാത്ര. 2 മണിക്ക് നമ്മൾ വാഴച്ചാലിലെത്തി. നേരെ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ പോയി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ 120 രൂപ, പിന്നെ ക്യാമറയ്ക്ക് ഒരു 75 രൂപ എക്സ്ട്രാ. ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. അങ്ങനെ വാഴച്ചാൽ വാട്ടർഫാൾ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് കയറുമ്പോൾ ഗാർഡനും പിന്നെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അക്ഷരശ്രീ ഗ്രാമീണ വായനശാല വാഴച്ചാൽ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്കും നമുക്കവിടെ കാണാം. നമ്മൾ നേരെ വാട്ടർഫാളിൻ്റെ അടുത്ത് ചെന്നു. കണ്ണിന് കുളിർമയെന്നൊരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. മഴ പെയ്തുകൊണ്ട് പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ശക്തിയിൽ വെള്ളം ഒഴുകി പോണതും നല്ല പാല് പോലെ ഉള്ള കളറിൽ. അതിന് ചെളിയും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ക്ലിയർ വാട്ടറായിരുന്നു. പിന്നെ മഴക്കാലത്തിൻ്റെ ശക്തിയൊന്നും കാണാനില്ല. അതിനുള്ള പവറൊന്നും കാണുന്നില്ല വെള്ളത്തിന്. നോർമൽ ഒഴുക്കമുള്ളൂ. പിന്നെ നല്ല സൗണ്ടും ഉണ്ടായിരുന്നു. പെരിങ്ങൽകുന്ന് ഡാമിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ നിന്ന് ഒഴുകി നേരെ പോകുന്നത് അതിരപ്പള്ളി വാട്ടർഫാളിലേക്കാണ്. പിന്നെ അവിടെ നേരെ ചാലക്കുടി പുഴയ്ക്കും. പിന്നെ പുഴയിലിറങ്ങുന്ന ശിക്ഷാർഹമാണ്. എന്നാൽ പ്രത്യേകം ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ്. ഇത് കടന്ന് നമുക്ക് അപ്പത്തി പോയി കഴിഞ്ഞാൽ മൽക്കപ്പാറ, വാൽപ്പാറ, പൊള്ളാച്ചി അങ്ങനെ പോകാം. നമ്മൾ ദിവസം പോണതായിരിക്കും. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് കണ്ടതാണ് വനശ്രീ എന്ന് പറഞ്ഞൊരു എക്കോ ഷോപ്പ്. നമുക്കതിന് വാങ്ങാൻ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടെ എല്ലാ കാഴ്ച കണ്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിനോടും വാഴച്ചാൽ മേഖലയോടും യാത്ര പറഞ്ഞ് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം എത്തിയത് ചാർപ്പ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്കാണ്. 2 മലയണ്ണന്മാർ ഈ മരത്തുമുണ്ടായിരുന്നു. നമ്മുടെ സൂം ലെൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റിയില്ല. ചാർപ്പ വാട്ടർഫാൾസ് നല്ല ക്ലിയർ ആയിരുന്നു. നല്ല പാല് പോലെ ഒഴുകി വന്നിരുന്നു വെള്ളം. അങ്ങനെ എൻ്റെ അടുത്തൊരു കുഞ്ഞ് കുരങ്ങൻ വന്നു. ഞാനാളെ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും ആൾ സ്ഥലം വിട്ടു. ആൾ ഓടി അപ്പുറത്തെ മരത്തുമ്മയ്ക്ക് പോയി. അവരുടെ ഫാമിലിയൊക്കെ അവിടെ ആയിരുന്നു തോന്നുന്നു മരത്തുമ്മ. നമ്മൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി വീക്കെൻഡ് ഒഴിവാക്കി പോയത്. പക്ഷെ എന്നാൽ തിരക്കുണ്ടായിരുന്നു. ഫാമിലീസും പിന്നെ റൈഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ടായിരുന്നു. നമുക്ക് പോണ വഴിയിലാണെങ്കിലും ബാക്കിലെടുത്തു. അങ്ങനെ ചാർപ്പിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്നും യാത്ര തിരിച്ചു അതിരപ്പള്ളിയിലേക്ക്. വ്യൂ പോയിന്റ് മാത്രമേ നമുക്ക് ആൾക്കൂട്ടമുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മാത്രമായിരിക്കും റോട്ടിൽ. പിന്നെ ഇടയ്ക്ക് ഓരോ വണ്ടികൾ പോയാൽ പോയി. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും എന്തെങ്കിലും ഫോറസ്റ്റ് വണ്ടികളാണെങ്കിലും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയോട് എടുക്കാറായി. അവിടെ എത്തിയപ്പോണ്ട് ചേച്ചിമാർ നടന്നു പോകണ്ടായിരുന്നു കോട്ടൊക്കെ ഇട്ട്. അത് നമ്മുടെ ഫോറസ്റ്റ് സ്റ്റാഫ് തന്നെയാണ് തോന്നുന്നു. അതിരപ്പള്ളിയുടെ സ്റ്റാഫ് തന്നെയാണ് തോന്നുന്നു. അവരെന്തോ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോണതാണ്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തിയപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റുകളുടെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിരപ്പള്ളി എത്തിയപ്പോൾ ചാലക്കുടി ഇപ്പോൾ ഇവിടെ KSRTC ബസ് വന്ന് ആൾക്കാർ ഇറക്കിയിട്ട് തിരിച്ച് ചാലക്കുടിക്ക് തന്നെ പോകാൻ വേണ്ടി തിരിക്കണ്ടായിരുന്നു. വെള്ളം കുറവായിരുന്നെങ്കിലും അതിരപ്പള്ളി വ്യൂ പോയിന്റുള്ള വ്യൂ അടിപൊളിയായിരുന്നു. നല്ല പച്ചപ്പും പാൽ പോലെ ഒഴുകി തന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. പൊതുവെ മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്. ഈ മഴ കൂടുമ്പോൾ ഇതിന് കൂടുതൽ വെള്ളം അതിരപ്പള്ളിയുടെ ആ ഒരു പവർ ശരിക്കും കാണണമെങ്കിൽ നല്ലൊരു മഴ പെയ്ത് നല്ല വെള്ളം ഉണ്ടാവണം. നമ്മളങ്ങനെ നേരെ അതിരപ്പള്ളി വാട്ടർഫാൾ കാണാൻ വേണ്ടി അകത്തേക്ക് പ്രവേശിച്ചു. ടിക്കറ്റ് എടുക്കണി വന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി വാഴച്ചാലിൽ ടിക്കറ്റ് എടുത്തതുകൊണ്ട് ആ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അതിരപ്പള്ളിയിലും കയറാം. നല്ല പച്ചപ്പും മരങ്ങളും പിന്നെ ഇടോട്ടുള്ള മഴയും ഇവയെല്ലാമാണ് നമ്മുടെ ഈ യാത്രയെ കൂടുതൽ ഭംഗി നൽകിയത്. പോകുന്ന വഴിക്ക് കുറേ റെസ്റ്റിംഗ് ഏരിയാസ് നമുക്ക് കാണാം.
പിന്നെ ചെറിയ വാട്ടർ പ്യൂരിഫിക്കേഷൻ യൂണിറ്റ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പോണ വഴിക്ക് വേറെ മൃഗങ്ങളൊന്നും സ്പോട്ട് ചെയ്തില്ല. പിന്നെ കുരങ്ങന്മാർ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതിരപ്പള്ളി നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുളവേലിയുമ്പോൾ 2 കുരങ്ങന്മാർ ഇന്ന് ഫാൻ നോക്കണ്ടായിരുന്നു. ഏത് ആംഗിളിൽ നോക്കിയാലും അതിരപ്പള്ളി കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇതിപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം താഴത്തേക്ക് നല്ല ചാറ്റൽ മഴ പോലെയാണ് വെള്ളം പോയിട്ടിരിക്കുന്നത്. ഇവിടെ കണ്ടൊരു കുരങ്ങനെ പുള്ളിക്കാരൊന്നും മാന്തിക്കൊണ്ടിരിക്കുക, നല്ല കടിയെന്ന് തോന്നുന്നു. അതിരപ്പള്ളി വാട്ടർഫോളും ഇവിടുത്തെ ആ പച്ചപ്പും മൊത്തത്തിലുള്ള ആ പ്രകൃതി ഭംഗി നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. നല്ല മഴയും കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അപ്പുറത്തെ ആ മലയൊക്കെ നോക്കി അറിയാം കോടയൊക്കെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ പോണ് അതിരപ്പള്ളിയുടെ താഴെ നിന്നുള്ള വ്യൂ കാണാനായിട്ട്. നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല കല്ലിട്ട വഴി, പിന്നെ മരങ്ങളും സൈഡിൽ വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വ്യൂ ആണ് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ ടയർഡാകുമ്പോൾ ഇരിക്കാനുള്ളത്. ഇടയ്ക്ക് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കല്ലുകൊണ്ട് തന്നെ. താഴെ നിന്നുള്ള വ്യൂവും നല്ല അടിപൊളിയായിരുന്നു. താഴെ നമുക്ക് വനംവകുപ്പിൻ്റെ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. കാരണം അവർ നിർദ്ദേശിച്ച ആ ഒരു പരിധി വിട്ട് പോയി ഇറങ്ങി കുളിക്കാൻ പാടില്ലെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. വെള്ളം പൊതുവെ കുറവാണെങ്കിലും വെള്ളം വന്ന് പതിക്കുന്ന ആ പവർ അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തെടുത്ത് മതിയായില്ല, അത്രയും ഭംഗിയായിരുന്നു കാണാനായിട്ട്. കാരണം അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല, അത്രയും ഭംഗിയാണ്. താഴെ ഫാമിലി വന്നവർ കുട്ടികളൊക്കെ അടുത്ത് നിർത്തി കാണിക്കണ്ടായിരുന്നു. റെയിൻകോട്ടൊക്കെ ഇട്ട് പല കളറുള്ള റെയിൻകോട്ട് കാണൊക്കെ അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മുടെ ഈ ജംസ് മിഠായില്ലേ, അതുപോലെ എനിക്ക് തോന്നിയത് പല കളർ കണ്ടപ്പോൾ. അങ്ങനെ ഞാനും പതുക്കെ അങ്ങനെ അടുത്തേക്ക് വന്നു. അവിടെ കുറച്ച് പേര് കോട്ടിട്ടുണ്ട്, കോട്ടിടാണ്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. നമ്മളെ കോട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ താഴെ ഒരു പാമ്പ്, ചേരപ്പാമ്പാണ്. ഞാനപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടുത്തെ കാര്യം ചീത്ത പറഞ്ഞു, വഴിന്ന് മാറിയെന്ന് പറഞ്ഞിട്ട്. കുട്ടികളൊക്കെ കണ്ടപ്പോൾ തന്നെ പേടിച്ച് ഓടി വന്നിട്ടായിരുന്നു. സത്യം പറഞ്ഞ പാമ്പ് മേടിച്ചു, അതെന്തോ വഴിയേറ്റ് വന്നതാണ്. ആൾക്കാർ കണ്ടപ്പോൾ ആളും പാനിക്കായി. ആൾ പാറയുടെ കിടന്ന് തിരിയായിരുന്നു. പിന്നെ എങ്ങനെയോ അവൻ്റെ കൂടെ പോയി. ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും വീഡിയോസ് എടുക്കാനൊന്നും മടി കാണിച്ചില്ല. മഴ പെയ്തപ്പോൾ ക്യാമറ സേഫായിട്ട് കവറിൽ വെച്ചു നനയാണ്ടിരിക്കാൻ വേണ്ടി. ബാക്കിയുള്ളതൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്തു. ഈ വിഷനിലൊക്കെ ഞാൻ മൊബൈൽ ഷൂട്ട് ചെയ്തത്. പിന്നെ ആനിമൽസിന് ഫുഡ് കൊടുക്കാൻ പാടില്ല, അത് ഉഷാറാണ്. ഞാൻ ഇതിന് മുൻപ് ഒരിക്കലും അതിരപ്പള്ളി വന്നപ്പോൾ ഒരു കുരങ്ങ് ഫുഡ് കഴിക്കണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് രണ്ട് പറഞ്ഞു, ഇത് ചെയ്യാൻ പാടില്ല, അത് എഗൻസ്റ്റ് ലോ ആണെന്നൊക്കെ പറഞ്ഞു. നമ്മളെ കൊടുത്തല്ലാണ്ട് നമുക്ക് വിഷയം വന്നില്ല. അങ്ങനെ നമ്മൾ വാഴച്ചാലിലെ അതിരപ്പള്ളി കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നമ്മുടെ ഫ്രണ്ട് ഒരു മുരളി ഉണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു അതിരപ്പള്ളി പോകണമെങ്കിൽ ഒരു സ്പോട്ട് ഉണ്ട്, അപ്പോൾ ആ സ്പോട്ട് മിസ് ചെയ്യരുത്, വന്നൊക്കെ ആ സ്പോട്ടിൽ കയറിക്കോളെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സ്പോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിന് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോണ വഴിക്കാണത്. മഴ ഒന്ന് കൂടിയപ്പോൾ ഞങ്ങളൊരു കടലിൽ കയറിയിരുന്നു. അവിടെ നിന്ന് കിട്ടിയ കുറച്ച് വിഷ്വൽസാണിത്. ടൂറിസ്റ്റുകൾ പോണതും ബസ്സും കാറൊക്കെ പോണതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എൻ്റെ അനിയൻ്റെ കണ്ണിൽ പതിഞ്ഞൊരു മരമാണത്. അവൻ പറഞ്ഞത് പച്ചപ്പൻ്റെ ഒരു ചുവന്ന മരം. അപ്പോൾ എന്തായാലും അത് ഷൂട്ട് ചെയ്തു. ഒരു വ്യത്യസ്ത കാഴ്ചയായിരുന്നു അത്. ഈ പാലത്തിൽ ഞാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു, വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പട്ടിക്കുട്ടി ഞങ്ങളുടെ ഈ വാലാട്ടി വന്നത്.
പുള്ളിക്കാരൻ കുറച്ചവിടെ കറങ്ങി അടിച്ച് കിടന്നു എന്നെ പിന്നാലെ. ഞങ്ങൾ അടുത്തായിട്ട് പോയത് ആ ഹിഡൻ വാട്ടർഫോളിലേക്കാണ്. നേരത്തെ നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞ ആ വാട്ടർഫോളിലേക്ക്. അവിടെയുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിള്ളപ്പാറയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. ഒരു റബ്ബർ തോട്ടത്തിനുള്ളിൽ കൊണ്ട് പോയത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല മലനിരകളും കോടയും കാണാൻ പറ്റി. നല്ല പച്ചപ്പും. മലയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ വെള്ളം ഒരു ചെറിയൊരു പാലം, പഴയ പാലം, അവിടെ നിന്ന് തന്നെ ഒഴുകി വീഴുന്നതാണ് വാട്ടർഫോള്. കാണാൻ പ്രത്യേക ഭംഗിയാണ്. ചെറിയൊരു വാട്ടർഫോള്. ഞങ്ങളോട് വരുമ്പോൾ കുറച്ച് പേര് കുളിക്കണ്ടായിരുന്നു, സ്ത്രീകളും കുറച്ച് പേരൊക്കെ. ഞാൻ ചോദിച്ചു ജസ്റ്റ് മാറി തരുമോ, എനിക്കൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നുകൊണ്ട് അവർ മാറിയിരുന്നു. അവർ കാലൊക്കെ കൂടെ കാണാം. ഞാൻ ഫേസ് കിട്ടാണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞത് അവരോട്. ഞങ്ങളത് പോന്നു. അങ്ങനെ ഞങ്ങൾ വെറ്റിലപ്പാറ എത്തിയിട്ട് അവിടെ എണ്ണപ്പനയും പിന്നെ ചെറിയ അരുവിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി. ജസ്റ്റ് അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയാണെന്നത് കാണാനായിട്ട്. പിന്നെ എണ്ണപ്പന ഉള്ളിൽ ആന കാണുന്ന സ്പോട്ടാണ്. അപ്പോൾ ഈ ഡേ ടൈം ആയതുകൊണ്ട് ആന ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വെറ്റിലപ്പാറ പാലത്തുമെത്തി. വെറ്റിലപ്പാറ പാലം നമ്മൾ സിൽവർ സ്ട്രോം വാട്ടർ തീം പാർക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ, നമ്മുടെ ഏറ്റുമുഖം അങ്കമാലി ആ റൂട്ടിലേക്ക് പോണത്. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. വെള്ളം കുറവായതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്കവിടെ ഇറങ്ങാൻ പ്രശ്നമില്ല. വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. പൊതുവേ റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് മൺസൂൺ ആയതുകൊണ്ട് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നോക്കിയാൽ നല്ല പച്ചപ്പും ആ ഒരു പ്രകൃതി ഭംഗി നല്ല രീതിയിലൊക്കെ ഉണ്ട്. ഈ എണ്ണപ്പനയുടെ അപ്പുറത്തായിട്ട് കുറച്ച് കൃഷിഭൂമി കാണാം. എന്തോ പൈനാപ്പിളാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോളൂ. കാരണം ഈ ഭാഗമൊക്കെ കാട്ടാൻ ഇറങ്ങണ ഒരു മെയിൻ ഏരിയയാണ്. അതുകൊണ്ട് വൈദ്യവേലി എല്ലായിടത്തും നമുക്ക് കാണാം. ഈ പനയോട് ചേർന്ന് ചുറ്റും നമുക്ക് വൈദ്യവേലിയാണ്. യാത്രയിൽ കൂടുതലും കിട്ടിയത് പച്ചപ്പും മലകളും പിന്നെ അങ്ങനെ എവിടെ നോക്കിയാലും ഈ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ. അത് പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. അങ്ങനെ സമയം 4 മണി കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മഴ പെയ്തപ്പോൾ സ്ഥലത്ത് കയറിയിരുന്നു. അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിന്ന് കഴിച്ചു. നമ്മൾ ഈ ട്രിപ്പ് ഒരു പ്ലാൻഡ് ആയിരുന്നില്ല, പെട്ടെന്ന് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അത് രാവിലെ ഒന്നല്ല ഇറങ്ങിയത്, കുറച്ച് വൈകിയാണ് ഇറങ്ങിയത്. ഒരു 10 മണിക്ക് ശേഷം നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് ആസ്വദിക്കാൻ പറ്റി. ആ ഒരു മഴയും ആ പ്രകൃതി ഭംഗിയും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റി. നമ്മൾ പ്രതീക്ഷിച്ചതിന് കൂടുതൽ കാഴ്ച നമുക്ക് കാണാൻ പറ്റി ഈ ട്രിപ്പിൽ. പിന്നെ ഈ വളവ് ഇത്തിരി സീനായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത്. അടിപൊളി വളവ്. അപ്പോൾ ഈ വളവ് എന്ന് പറയുന്ന ഒരു കമൻറ്റ്. അങ്ങനെ നമ്മൾ വനമേഖലയും കാടും ആ പച്ചപ്പൊക്കെ കഴിഞ്ഞ് കാടിറങ്ങാണ്. ശരിക്കും ഈ മൺസൂൺ ട്രിപ്പ് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ 2 വീലർ പോവുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി അനുഭവമായിരിക്കും. നമുക്ക് എന്നും ഓർക്കാൻ പറ്റിയൊരു ഓർമ്മയാണ് ഈ ട്രിപ്പ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.